പാഠം 1070 കടം കൊടുക്കാതിരിക്കാനുള്ള വഴികൾ. എന്താണ് പരിപാടി? അയ്യോ, കണക്കെടുത്താണോ? എന്തായിട്ട് പറഞ്ഞാ പൈസ എല്ലാം കാണാതെ പോയോ? എത്രയാ പോയത്? 2 രൂപയോ അതോ 5 രൂപയോ? ഓ, ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നോണ്ട് കയ്യിലുള്ള കാശോ ബാങ്കിലുള്ള കാശോ കൂടാൻ പോകുന്നില്ല. ഈ നേരത്ത് വല്ല ഗുണമുള്ള കാര്യം ചെയ്തോണ്ടിരുന്നോടെ. ഞാൻ ഇങ്ങനെ പൈസ ഇത്രയും കണക്കൂട്ടി ചിലവാക്കുന്നത് കൊണ്ടും സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ടുമാണ് നീ ഇങ്ങനെ സുഖമായി ജീവിക്കുന്നത്. ഈ സുഖമായി ജീവിക്കുന്നു എന്നതുകൊണ്ട് മോഹനേട്ടൻ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? 3 നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു എന്നാണോ? അത് സത്യം തന്നെ മോഹനേട്ടാ. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റുമ്പോഴല്ലേ ഈ സുഖമായി ജീവിക്കുക എന്ന് പറയുന്നത് ശരിയാവുന്നത്? അക്കാര്യത്തിൽ എന്ത് പറയുന്നു വലിയ ഓഫീസർ? ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. ഉദാഹരണത്തിന്, ഞാൻ ഇങ്ങനൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ നീ വന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോ ആർട്ടിസ്റ്റിന്റെ കരണക്കുറ്റി ഒട്ടിക്കാൻ എനിക്ക് തോന്നാറുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടവും. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? അത്ര ഇഷ്ടത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഭൂലോക പിശുക്കനായ ഒരു ഭർത്താവിനെ കളഞ്ഞിട്ട് മനസമാധാനത്തോടെ ജീവിക്കാൻ ഒരു ഭാര്യ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശപ്പെട്ടൊരു ഇഷ്ടമാണോ? പറയൂ. എന്നെയാണ് നീ ഭൂലോക പിശുക്കൻ എന്ന് ഉദ്ദേശിച്ചെങ്കിൽ അത് തെറ്റാണ്. കഴിഞ്ഞ 15 ദിവസത്തെ ആകെ ചെലവ് 4315 രൂപ. ഇതാണ് പിശുക്ക്. 25,000 രൂപ മുടക്കേണ്ട കാര്യം ഉണ്ടായപ്പോഴാണ് 4,000 രൂപ മുടക്കിയത് എന്ന് മോഹനേട്ടൻ പറ. 4315. 4315. അതെ, എന്റെ ആ വളയൊന്ന് മാറ്റി വാങ്ങണമെന്ന് എത്ര ദിവസമായിട്ട് ഞാൻ മോനോട് പറയാ. എന്നിട്ട് മോനോട് അത് സമ്മതിച്ചോ? ആ വള ഇട്ടോണ്ട് പോവാൻ മടിച്ചിട്ട് ഞാനിപ്പോ വള ഇടാതെയാ കോടതിയിൽ പോണത്. അല്ലെങ്കിലും കോടതിയിൽ എന്തിനാ വള? മോനോട് എങ്ങനെ പറയുള്ളൂ? 3 നേരം വിശപ്പ് വരാനുള്ള ആഹാരം മാത്രം മതി മനുഷ്യന്. ഓ, ബാക്കിയെല്ലാം ദൂരത്താണെന്നാണല്ലോ കണ്ടുപിടുത്തം. കൊള്ളാകുന്ന വല്ല കേസുമായിട്ടായിരിക്കണേ. നമസ്കാരം വക്കീലേ. നമസ്കാരം. താമരാക്ഷ ചേട്ടൻ തന്നു വിട്ടു. വക്കീൽ ഓഫീസിൽ കൊണ്ടുവന്ന് തരാനാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് 10 മണിയാകുമ്പോ ഒരു വസ്തു കച്ചവടത്തിന് പോണേ. അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങ് കൊണ്ടുവന്നത്. അതെന്തായാലും നന്നായി ഉത്തമ. സാറ് ഇതങ്ങോട്ട് പോയേ? കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കാ സാറ്. പച്ചവെള്ളം പോലും കുടിക്കാതെ 1 കൊല്ലം ജീവിക്കാൻ പറ്റുണ്ടെങ്കിൽ എന്തുമാത്രം ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്ന് കണക്കൂട്ടുകയാണ്. മനസ്സിലായില്ല? സത്യം പറയാലോ ഉത്തമ, ഈ ചെറുപ്പകാലം തൊട്ട് വായിച്ച കഥകളിലെല്ലാം പലതരത്തിലുള്ള പിശുക്കുമാരെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇമാതിരി ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് സ്വപ്നേവേ ഞാൻ വിചാരിച്ചില്ല. ഇമാതിരി ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നീ സുഖമായി ജീവിച്ചു പോകുന്നു. ഇല്ലെങ്കിൽ വല്ലപ്പോഴും കിട്ടുന്ന നക്കാപ്പിച്ച ഫീസ് ധൂർത്തടിച്ച് പിന്നെ കടവും വാങ്ങി അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ജപ്തിയായി പെരുവഴിയിലായി ആത്മഹത്യ ചെയ്താൻ. മറുപടി ഞാനൊന്നും പറയുന്നില്ല. പറയണ്ട. അവന് സാറേ, കടം വാങ്ങുന്ന കാര്യം സാറ് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം ആലോചിച്ചു. കുന്നുംപുറത്ത് നാരായണക്കുട്ടി സാറിനെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈടെ അവന്റെ കച്ചവടമൊക്കെ ഇത്തിരി മോശമാണ്. കുറച്ച് പൈസ കിട്ടിയാലേ തൽക്കാലം പിടിച്ചിരിക്കാൻ പറ്റൂ എന്നാണ് അവൻ പറഞ്ഞത്. സാറിനാണെന്നുണ്ടെങ്കിൽ അവനോട് ഭയങ്കര അടുപ്പാണല്ലോ. സാറിനെ കണ്ട് കുറച്ച് പൈസ കടം ചോദിക്കാൻ ഇരിക്കുകയാണ് അവൻ. അവനൊരു നല്ല ചെറുപ്പക്കാരൻ, കഠിനാധ്വാനിയാണെന്ന് സാർ എപ്പോഴും പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള അവന് ഒരു സഹായം വേണ്ടി വരുമ്പോ സാറ് ചെയ്യാതിരിക്കില്ല എന്നാണ് അവൻ പറയുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ കുഴപ്പം. ഒരാളെ പറ്റി ഒരു നല്ലത് പറഞ്ഞു പോയാ പിന്നെ ആ അവസരം അങ്ങ് ചൂഷണം ചെയ്യാൻ വരിക. നാരായണൻകുട്ടി കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. അല്ല, സാറിനോട് ചോദിച്ചാ കിട്ടുമെന്നും പറഞ്ഞോണ്ടാണ് അവൻ ഇരിക്കുന്നത്. ഇതുവരെ തലവനായല്ലോ. ഉത്തമ, ഇവരൊക്കെ ജോലി ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി പൈസ എനിക്ക് ശമ്പളമായി കിട്ടുന്നുള്ളൂ. ഞാനത് ചെലവാക്കി കളയാതെ സൂക്ഷിച്ചു വയ്ക്കുന്നു. എന്നിട്ട് എനിക്ക് പിശുക്കാണ് എന്ന് ഈ നാട്ടുകാർ പറയുകയും ചെയ്യും. എന്നിട്ട് അങ്ങനെ പറയുന്നവർ തന്നെ എന്റെ അടുത്ത് കാശ് കടഞ്ഞു ഒതുക്കുകയും ചെയ്യും. പക്ഷെ സാറിനെ പറ്റി നാരായണക്കുട്ടി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും എന്റെ കയ്യിൽ പൈസ ഇല്ല. ഒരു കാര്യം ചെയ്യ്. നമ്മൾ തമ്മിൽ കണ്ടതായോ, നാരായണൻകുട്ടി എന്നോട് പൈസ ചോദിക്കാനും വരുന്നതായി ഞാൻ അറിഞ്ഞതായോ
നാരായണൻകുട്ടിയോട് പറയരുത്. ഇല്ല 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 സാറേ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ? മനസ്സിലായി മനസ്സിലായി. ഓ ശരി സാറേ. നാരായണൻകുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ശരി ശരി ശരി. വക്കീല് പറഞ്ഞതിലും കുറച്ചു കാര്യമുണ്ട്. ദൈവമേ, ഇങ്ങനെ ഉണ്ടാ ഒരു പിശുക്ക്. പിന്നെ നമ്മുടെ നാട്ടുകാർ ഒരു കുഴപ്പമുണ്ട്. ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞു പോയാ പിന്നെ അതുപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം എന്നാണ് അവർ ആലോചിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. അതായത് എന്നെപ്പറ്റി കഴിഞ്ഞ ആഴ്ച തഹസീൽദാർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ താലൂക്കിൽ കെ മോഹനകൃഷ്ണനോളം സത്യസന്ധനായ വേറൊരു വില്ലേജ് ഓഫീസർ ഇല്ല എന്ന്. തഹസീൽദാർക്ക് എന്നെ പറ്റി അത്രയും നല്ലൊരു അഭിപ്രായം ഉണ്ടെന്ന് അറിഞ്ഞതോടെ ഞാൻ പോയി എന്തെങ്കിലും സഹായം ചോദിക്കുകയല്ല ചെയ്തത്. എന്റെ ജോലി കൂടുതൽ 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 നന്നാക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ഇപ്പൊ എന്താണ്? ഒരു കേസ് വാദിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോട് ഒരു ജഡ്ജി പറയുകയാണ്, ഒന്ന് കരുതുക, നിങ്ങൾ നന്നായി കേസ് വാദിക്കുന്നുണ്ട് എന്ന്. വാദം കഴിയുമ്പോ നീ ആ ജഡ്ജിയുടെ അടുത്ത് പോയിട്ട് അന്യായമായിട്ടൊരു സഹായം പോയി ചോദിക്കോ? ഇപ്പത്തെ പ്രശ്നം എന്താന്ന് പറ. ഒരു മാസം മുമ്പ് കുന്നുംപുറത്ത് നാരായണൻകുട്ടി എന്നെ കാണാൻ വില്ലേജ് ഓഫീസിൽ വന്നു. നമസ്കാരം ശിശുവരൻ ചേട്ടാ. ഇതാരും നാരായണൻകുട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നതാണ്. അത് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. കാഞ്ചന സാറേ, അത് സീല് വെച്ചില്ലേ? പിന്നെ ഇന്നലെ ഒപ്പിട്ടപ്പോ തന്നെ സാറ് പറഞ്ഞു സീല് വെക്കാൻ. നാരായണൻകുട്ടി എപ്പോ വന്നാലും സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കണം എന്നും പറഞ്ഞു. സാധാരണ ഒരാൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ചോദിച്ചാ മൂക്കോണ്ട് ഇക്ഷ വരപ്പിക്കുന്ന മോനേഷ് സാറ് നാരായണൻകുട്ടിയുടെ കാര്യത്തിൽ മാത്രം എന്താണ് ആ ഉത്സാഹം? എന്താ നാരായണൻകുട്ടി, നിങ്ങൾ തമ്മിൽ വേറെ ഇടപാട് വല്ലതും ഉണ്ടോ? എന്റെ പ്രൊഫസറെ, എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞേ. സാറിന് കണ്ടപ്പോ ഞാൻ എന്റെ അത്യാവശ്യം പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഒരു താമസമില്ലാതെ പെട്ടെന്ന് തന്നെ തന്നേക്കാ വന്നു. അത് വെറുതെ. നിങ്ങൾ തമ്മിൽ വേറെന്തോ ഉണ്ട്. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇത്ര പെട്ടെന്ന് കിട്ടില്ല. കാഞ്ചനയ്ക്ക് എന്താ അറിയേണ്ടത്? ഒന്നും വേണ്ട സർ. നാരായണൻകുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഇത്രയും വേഗം കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയല്ല സർ. ഈ നിൽക്കുന്ന നാരായണൻകുട്ടിയെ എനിക്ക് നന്നായിട്ട് അറിയാം. കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരൻ. അന്യായമായ ഒരു കാര്യവും ചെയ്യാറില്ല. മാന്യമായി ജീവിക്കുന്നു. അങ്ങനെ ഒരാളോട് എനിക്ക് കുറച്ച് ഇഷ്ടം തോന്നിയാൽ അതിലെന്താണ് തെറ്റ്? ശിശുപാല, നാരായണൻകുട്ടിയെ കണ്ട് പഠിക്കണം. കഠിനാധ്വാനവും സത്യസന്ധതയും കൊണ്ട് ജീവിതത്തിൽ എങ്ങനെ ഉയർച്ച ഉണ്ടാകുമെന്ന് അപ്പ മനസ്സിലാവും. സർട്ടിഫിക്കറ്റ് ശരി. ഇനി എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ വന്ന് എന്നെ കാണാൻ മടിക്കണ്ട. ശരി, നന്ദി. നാരായണൻകുട്ടിയെ പറ്റി മോഹനേട്ടന് മാത്രമല്ല എനിക്ക് നല്ല അഭിപ്രായം. ഇപ്പത്തെ പ്രശ്നം എന്താന്ന് പറ. നാരായണൻകുട്ടിയുടെ കച്ചവടം ഇപ്പൊ കുറച്ച് മോശമാണ്. തൽക്കാലത്തേക്ക് അയാൾക്ക് കുറച്ച് പൈസ വേണം. അത് എന്നോട് ചോദിക്കാൻ നടക്കുകയാണെന്ന്. അതിനെന്താ മോഹനേട്ടാ, പൈസക്ക് ആവശ്യമുള്ളവര് അതില്ലാത്തപ്പോ ഉള്ള ആളോട് ചോദിക്കും. അങ്ങനെ നാട്ടുകാരെ സഹായിക്കാനല്ല ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്. മനുഷ്യന്മാർ അങ്ങനെയൊക്കെയല്ലേ മോഹനേട്ടാ. ചില നേരത്ത് ഒരാളുടെ കയ്യിൽ അത്യാവശ്യമുള്ള പൈസ കാണൂല, അപ്പൊ വേറെ ആരോടെങ്കിലും ചോദിക്കും. അതെന്താ ഇത്ര വലിയ പ്രശ്നം? കുറച്ചു മുമ്പ് നീയല്ലേ പറഞ്ഞത് എന്താ? ഞാൻ നാരങ്ങ വെള്ളം പോലും കുടിക്കാതെ പിശുക്കി 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 ഉണ്ടാക്കിയ പൈസയാണ് ബാങ്കിൽ കിടക്കുന്നതെന്ന്. കറക്റ്റ്. അങ്ങനെ ഞാൻ പിശുക്കി ഉണ്ടാക്കിയ പൈസ എന്തിനാണ് വേറൊരാൾ ചോദിക്കുന്നത്? ഞാൻ ആരോട് പൈസ ചോദിക്കാറില്ലല്ലോ. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ സമ്പാദിക്കും. സമ്പാദിക്കുന്ന പൈസ ധൂർത്തടിക്കാതെ ഞാൻ സൂക്ഷിക്കുകയും ചെയ്യും. മനുഷ്യർ അങ്ങനെ ആയിരിക്കണം. അല്ല, എന്നാലും ഈ നാരായണൻകുട്ടി ഒരു പാവം മോഹനേട്ടാ. അയാൾക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കൊടുത്ത് സഹായിക്കേ. 1 രൂപ ഞാൻ കൊടുക്കില്ല. മോഹനേട്ടനെ പൈസ ഇവിടെ നാരായണൻകുട്ടിക്ക് അറിയാലോ. അയാൾ ചോദിക്കുമ്പോ മോഹനേട്ടൻ എന്ത് പറയും? നീ കെ മോഹനകൃഷ്ണ സാറിനെ പറ്റി എന്താ കരുതിയിരിക്കുന്നത്? പൈസ സമ്പാദിക്കാൻ അറിയാമെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാനും എനിക്കറിയാം. 1 രൂപ ഞാൻ കൊടുക്കില്ല. നോക്കാം, കടം ചോദിക്കാൻ നടക്കുന്നു. എന്റെ ദൈവമേ, അങ്ങനെ നാരായണൻകുട്ടിയെ ശത്രുവാക്കി. ഈ പിശുക്ക് മാറ്റി എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരൂ. കാഞ്ചന സാർ പറയുന്നതിൽ കാര്യമുണ്ട്.
ഇന്നേ ദിവസം പൈസ തരാന്ന് നമ്മൾ പറയുമ്പോ കൊടുക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവും. നമ്മുടെ കാലക്കേടിന് ആ കാര്യം നടക്കില്ല. ഇതെങ്ങോട്ടാ നാരായണൻകുട്ടി? മോനേഷ് സാറിന്റെ വീട് വരെ ഒന്ന് പോകണം. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, കച്ചവടം കുറച്ച് മോശമാണെന്ന് കേട്ടു. എന്തു പറ്റിയടാ? നാരായണൻകുട്ടി, കാശ് കടം ചോദിക്കുമ്പോ കൊടുക്കില്ലെന്ന് എങ്ങനെ പറയാം? ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. ഞാൻ വരട്ടെ എന്നാ. ശരി. സാറേ, നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സാറിനെ കാണാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. സത്യം പറയാലോ നാരായണൻകുട്ടി, ഞാൻ നാരായണൻകുട്ടി ഒന്ന് കാണുന്ന പോലെ ഇരിക്കുകയായിരുന്നു. എനിക്ക് നാരായണൻകുട്ടിയുടെ ഒരു സഹായം വേണം. എന്റെ സഹായം പറഞ്ഞാ ചിലപ്പോ നാരായണൻകുട്ടി വിശ്വസിച്ചെന്ന് വരില്ല. പക്ഷെ സത്യമാണ്. ഞാൻ ഒരു വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. എന്ത് പ്രശ്നം സാറേ? മറ്റൊരാളോടാണെങ്കിൽ ഞാനത് പറയില്ല. പക്ഷേ നാരായണൻകുട്ടി എനിക്ക് വിശ്വസിക്കാമല്ലോ. എന്താ സാറേ? എനിക്ക് നാട്ടിലെ ബാങ്കിൽ ഒരു ലോൺ ഉണ്ടായിരുന്നു. അച്ഛന്റെ കാലത്ത് എടുത്തതാ. തിരിച്ചടയ്ക്കാതെ അത് പെരുകി 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 ലക്ഷക്കണക്കിന് രൂപയായി. എനിക്ക് ജോലി കിട്ടിയ ശേഷമാ തിരിച്ചടച്ചു തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ 2 മാസം അടയ്ക്കാൻ പറ്റിയില്ല. ഇന്നലെ ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. അത്യാവശ്യമായി 25,000 രൂപ അടച്ചില്ല എങ്കിൽ എന്റെ നാട്ടിലെ വീട് ജപ്തി ചെയ്യുമെന്ന്. എന്റെ കയ്യിൽ ഒറ്റ രൂപയില്ല. നാളെ പൈസ അടച്ചേ മതിയാക്കൂ. എന്ത് ചെയ്യും? നാരായണൻകുട്ടിക്ക് അറിയാലോ, ഈ നാട്ടിൽ ഒരാളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും ഞാനിതുവരെ കടം വാങ്ങിയിട്ടില്ല. കടം ചോദിക്കുന്നതിന് നാണക്കേടല്ലേ? പക്ഷെ ഒരു ഗതികേട് വന്നു കഴിയുമ്പോ നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതാ ഞാൻ നാരായണൻകുട്ടിയോട് സത്യം പറഞ്ഞത്. ആരുടെയെങ്കിലും കയ്യിൽ ഞാൻ കാശ് വാങ്ങിയ പിന്നെ അവരൊക്കെ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ കയറി വരും. അപ്പോ ഞാൻ അവർ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരില്ലേ? നാരായണൻകുട്ടിക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ആരെങ്കിലും ഒരാളോടെങ്കിലും നമ്മുടെ ഗതികേട് തുറന്ന് പറയുമ്പോ മനസ്സിനൊരു ആശ്വാസം കിട്ടുമല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അപ്പൊ ശരി നാരായണൻകുട്ടി, ആഫീസിൽ ചെന്നിട്ട് ഒരുപാട് ജോലിയുണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ ഈ കുടയൊന്ന് എടുത്തോട്ടെ. കൊടുക്കാനുള്ള കാശ് ചോദിച്ച ആളുകൾ വിളിക്കാന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. പ്രഹ്ലാദൻ ചേട്ടൻ കഴിഞ്ഞ മാസം സുലൈമാനിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ ചോദിച്ച് എന്നും അങ്ങേരി വിളിക്കും. ഞാനാണെങ്കിൽ സമാധാനം പറഞ്ഞ് മടുത്തു. ഇനിയിപ്പം മാലയോ വളയോ പണയോ വെച്ച് കാശ് കൊടുക്കാം. അതേ ഉള്ളു വഴി. കാഞ്ചന സാർ പറയുന്നതിൽ കാര്യമുണ്ട്. ഇന്നേ ദിവസം പൈസ തരാന്ന് നമ്മൾ പറയുമ്പോ കൊടുക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവും. നമ്മുടെ കാലക്കേടിന് ആ കാര്യം നടക്കില്ല. കാശ് കൊടുക്കാനുള്ളവന്റെ അടുത്ത് അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ഒരൊറ്റ പ്രശ്നം കാരണോ ഞാൻ ആരോടും പൈസ ചോദിക്കാത്തത്. സമയത്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വെറുതെ അവരുടെ ചീത്ത കേൾക്കണ്ടേ? നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. എന്തോ വലിയ ചർച്ചയായിരുന്നല്ലോ. ഒന്നുമില്ല സാർ. എന്തോ ഉണ്ട്. പൈസയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ്. അല്ല, അത് പിന്നെ ഈ കാഞ്ചന സാറ്. ഞാനല്ല, ശിശുപാലൻ ചേട്ടനാ.
ശിശുപാലൻ ചേട്ടനോട് ആരും പൈസ ചോദിച്ചു. കൊടുക്കാൻ ശിശുപാലൻ ചേട്ടന്റെ കയ്യിലില്ലാന്ന്. എന്തായാലും ആ, ശിശുപാലൻ ചേട്ടന് വളരെ വേണ്ടപ്പെട്ട ആരോ ആണ്. പൈസ ഇല്ലെന്ന് പറയാനും വയ്യ അല്ലേ? സ്വയംപ്രഭേ, കാഞ്ചനെ, ശിശുപാല, ഇത്തരം സാഹചര്യങ്ങളെ നേരിടണമെങ്കിൽ നല്ല ബുദ്ധി വേണം നമുക്ക്. നമ്മളോട് പൈസ ചോദിക്കാൻ വരുന്ന ആളോട് ആദ്യമേ നമ്മൾ അങ്ങോട്ട് പൈസ ചോദിക്കണം. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് അപ്പൊ അയാൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മളോട് ചോദിക്കുവോ? ഇല്ല. ഈ ബുദ്ധിയെ പറ്റി നിങ്ങൾ സംശയിക്കണ്ട. വളരെ ശാസ്ത്രീയമായി അത് പ്രവർത്തിച്ച് വിജയിപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാഞ്ചന സാർ എന്തിനാ എന്റെ പേര് പറഞ്ഞു? സുലൈമാന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത് പ്രഹ്ലാദ സാറല്ലേ? അല്ല, പ്രഹ്ലാദ് ചേട്ടാ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ലാത്ത ഒരാളെ പറ്റി വെറുതെ സംസാരിക്കേണ്ട കാര്യം എന്താണ്? ഹലോ, അതെ. ആ, ഇങ്ങനൊരാള് ജീവിച്ചിരിപ്പുണ്ടോ? എന്തു പറ്റി? 5000 രൂപയോ? എന്റെ കയ്യില്? ആ, അത് കൊള്ളാം. എന്റെ പൈസ ഒന്നും ഉണ്ടാവില്ല. മോഹനോടെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? ആ, അത് കൊള്ളാം. എന്ത് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ ഇല്ല. ശരി. ഇപ്പൊ ഞാനങ്ങനെ ചോദിക്കും. ഓ, എന്റെ മോഹനേട്ടാ, മോഹനേട്ടന്റെ ഓഫീസിലുള്ള ആളുകളൊക്കെ എന്തായാലും കൊള്ളാം. എല്ലാം കള്ളന്മാരാണെന്ന് മോഹനേട്ട പറഞ്ഞത് വളരെ സത്യമാ. മനസ്സിലായില്ല. കഴിഞ്ഞ മാസം ശിശുപാലൻ അളിയന്റെ കേസ് വിധിയായതാണ്. അന്ന് കോടതിയിൽ നിന്ന് പോകാൻ നേരത്തെ ശിശുപാലൻ എന്റെ അടുത്ത് പറഞ്ഞു, വക്കീലേ പൈസ ഞാൻ തന്നോളാം എന്ന്. ശിശുപാലൻ ചേട്ടനാണല്ലോ പറഞ്ഞെന്ന് ഓർത്ത് ഞാനപ്പോ അത് സമ്മതിച്ചു. പക്ഷെ മാസം 1 കഴിഞ്ഞിട്ടും പൈസ തരാനുള്ള ഉദ്ദേശം കാണാത്തതുകൊണ്ട് നാളെ ഞാനത് ശിശുപാലൻ ചേട്ടനോട് ചോദിക്കാതിരിക്കായിരുന്നു. അപ്പൊ ഇതാ ശിശുപാലൻ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് കുറച്ച് പൈസ തരാമോ വക്കീലേ എന്നൊരു ചോദ്യം. ഇങ്ങോട്ട് തരാനുള്ള പൈസ ചോദിക്കാൻ ചെല്ലുമ്പോ നമ്മളോട് കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയുണ്ട്? ശിശുപാലൻ ചേട്ടന്റെ അടവാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പൈസ അങ്ങോട്ട് ചോദിക്കാതിരിക്കാനുള്ള വേല. ഇത്തരം കള്ളന്മാരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നേ. അതാരാ? ശിശുപാല, എന്റെ തേങ്ങയെടുത്ത് എനിക്ക് ചമ്മന്തി അരച്ച. ആ, നാരായണക്കുട്ടിയോ? നമസ്കാരം വക്കീലേ. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. മോഹനേട്ടൻ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ. മോഹനേട്ടാ, ഡ്രസ് മാറാൻ തോന്നുന്നു. കുഴപ്പമില്ല വക്കീലേ, ഞാൻ നിൽക്കാം. ഓ, സാറിനെ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓ ശരി. അപ്പൊ നാരായണക്കുട്ടിയോ? ഒരു കാര്യം പറയാൻ മനസ്സിലാവില്ലേ? എന്താ നാരായണക്കുട്ടി? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. അത് മനസ്സിലായി. എന്താ കാര്യം? രാവിലെ സാറ് പറഞ്ഞില്ലേ സാർ വലിയ കഷ്ടപ്പാടിലാണ്, അത്യാവശ്യമായി കുറച്ച് പൈസ വേണമെന്നൊക്കെ. സാറിനെ പോലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് വലിയ കഷ്ടമാണ്. സാറ് പറഞ്ഞപ്പോ എനിക്ക് വലിയ പ്രയാസമായി. സാരമില്ല, മനുഷ്യന്റെ കാര്യം ഇങ്ങനെയൊക്കെയല്ലേ. എന്നാലും സാറിനെ പോലൊരു നല്ല മനുഷ്യന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് ഞാൻ സമ്മതിക്കുന്നില്ല. സാറ് പറഞ്ഞ 25,000 രൂപ കടം വാങ്ങാൻ സാറിന് മടിയാണെന്ന് എനിക്കറിയാം. പക്ഷെ കാര്യം നടക്കണ്ടേ സാറേ? സാറിന് വേണ്ടി ഞാൻ കടം വാങ്ങി. ഫിലിപ്പോസിന്റെ അടുത്തുനിന്നാ മാസം 3 രൂപ പലിശ. പലിശ എത്രയായാലും കുഴപ്പമില്ലെന്ന് സാറ് പറഞ്ഞോണ്ടാ ഞാനിത് വാങ്ങിയത്. എനിക്ക് പൈസ ഒന്നും വേണ്ട. പൈസ കിട്ടില്ലെങ്കിൽ പ്രശ്നമാണെന്ന് സാറ് പറഞ്ഞോണ്ടല്ലേ ഞാനിത് വാങ്ങിയത്. 1 മാസം സമയമുണ്ട്. അടുത്ത 15-ാം തീയതി തിരിച്ചു കൊടുത്താൽ മതി.
ഇത്രയൊക്കെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പിന്നെ മനുഷ്യനാണോ? സാർ ധൈര്യം പറ്റി തുടിക്ക്. അയ്യോ എനിക്ക് വേണ്ട നീ. ഞാൻ വരട്ടെ സാറേ. കാര്യങ്ങളെല്ലാം എനിക്കിപ്പോ മനസ്സിലായി. നാരായണൻകുട്ടി അങ്ങോട്ട് പൈസ ചോദിക്കാതിരിക്കാൻ നാരായണൻകുട്ടിയോട് കടം ചോദിച്ചു. ശിശുപാലൻ ചേട്ടൻ ആ ബുദ്ധി പറഞ്ഞു കൊടുത്തത് മോഹനേട്ടൻ തന്നെയാണല്ലേ? 25,000-ന് ഒരു മാസം 750 രൂപ പലിശ. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കൊടുക്കില്ല, എനിക്ക് പൈസ ആവശ്യമില്ല. അയ്യോ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോനട്ടാ. പാവ നാരായണൻകുട്ടി, അയാളുടെ ആത്മാർത്ഥം കൊണ്ട് ഇത്രയും ചെയ്തു എന്ന് മാത്രം കരുതിയാ മതി. ഞാൻ ഈ പൈസ എന്ത് ചെയ്യും? കാശ് കടം കൊടുക്കാൻ മടിച്ച് വില്ലേജ് ഓഫീസർ കളിച്ച നാടകം വിനയായത് പല വഴിക്കാണ്. ശിശുപാലൻ വക്കീലിന് കൊടുക്കാനുണ്ടായിരുന്ന കാശ് കിട്ടിയുമില്ല. വില്ലേജ് ഓഫീസർക്ക് കടമായി കിട്ടിയ കാശിന് പലിശ കൊടുക്കേണ്ടിയും വരും. അതിബുദ്ധി ആപത്താണെന്ന് ഒരിക്കൽ കൂടി വില്ലേജ് ഓഫീസറെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട. കാര്യം നിസാരം തുടരുന്നു.